പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജസ്ഥാനിലെ ജലോറിൽ നടത്തിയ പ്രസംഗം ഇതിനകം തന്നെ വിവാദമായിരുന്നു. ബൻസ്വാരയിലും ജലോറിലും നടത്തിയ പ്രസംഗത്തിൽ ഈ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവരെ നുഴഞ്ഞുകയറ്റക്കാരാണെന്നും അവർ കൂടുതൽ കുട്ടികളെ ഉൽപ്പാദിപ്പിക്കുന്നവരാണെന്നും അവർക്ക് വേണ്ടി കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ രാജ്യത്തിന്റെ സ്വത്ത് മുഴുവൻ വീതിച്ചു കൊടുക്കുമെന്നും പറഞ്ഞത് വിവാദമായിരിക്കുകയാണ്. ഈ വിഷയത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കാനും തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് നടപടിയും ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇന്ത്യ മുന്നണിയും കോൺഗ്രസും. ഇനിയുള്ള പ്രചരണങ്ങളിൽ നിന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിലക്കണം എന്നതാണ് കോൺഗ്രസ് മുന്നോട്ട് വെച്ചിരിക്കുന്ന ആവശ്യം. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുവരെയും ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടില്ല. നോബൽ മാരിക്കാരൻ നമുക്കൊപ്പം ചേരുന്നു. നോബൽ, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ ഇന്ത്യ മുന്നണിയിലെ നേതാക്കളുടെ ഈ ആവശ്യം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എങ്ങനെയാണ് കേൾക്കുക? ഇതുവരെയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആ വിഷയത്തിൽ പ്രതികരിച്ചിട്ടില്ല എന്നത് നമുക്കറിയാവുന്നതാണ്. എന്തെങ്കിലും നടപടികൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? അരുൺ, ഗുഡ് മോർണിംഗ്. പ്രധാനമന്ത്രിയുടെ വിദ്വേഷ പ്രസംഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരാതികൾ നിരവധി തെരഞ്ഞെടുപ്പ് കമ്മീഷനിലേക്ക് എത്തിയെങ്കിൽ പോലും ഇതുവരെ കമ്മീഷൻ ഇക്കാര്യത്തിൽ ഒരു കാര്യം പോലും പറഞ്ഞിട്ടില്ല എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുതന്നെയാണ് പ്രതിപക്ഷത്തെയും അതോടൊപ്പം തന്നെ കോൺഗ്രസിനെയും ഉൾപ്പെടെ ചൊടിപ്പിക്കുകയും ചെയ്തിരിക്കുന്നത്. കാരണം ഇത്തരത്തിൽ പ്രത്യക്ഷമായി തന്നെ ഒരു സമൂഹത്തെ എടുത്തു പറഞ്ഞുകൊണ്ട് അത്തരത്തിൽ വിദ്വേഷ പ്രസംഗമാണ് പ്രധാനമന്ത്രി നടത്തിയത്. എല്ലാ ചട്ടങ്ങളും അത് ലംഘിച്ചിട്ടുണ്ട് എന്ന് കോൺഗ്രസ് നേതാക്കൾ ആണയിട്ട് പറയുന്നു. അത്തരത്തിൽ ഒരു സംഭവം ഉണ്ടായിട്ട് പോലും നിഷ്പക്ഷം എന്ന് പറയുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്തുകൊണ്ട് ഇതിൽ ഇടപെടുന്നില്ല എന്ന ചോദ്യമാണ് കോൺഗ്രസ് ഉയർത്തുന്നത്. കോൺഗ്രസ് മാത്രമല്ല, ഇന്ത്യ സഖ്യത്തിലെ അല്ലെങ്കിൽ പ്രതിപക്ഷത്തെ പ്രധാനപ്പെട്ട പാർട്ടികളെല്ലാം ഈ വിഷയം സജീവമായി തന്നെ ഉയർത്തുകയും ചെയ്യുന്നുണ്ട്. എന്താണെങ്കിലും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കൂടുതൽ സമ്മർദ്ദത്തിൽ ആക്കാൻ തന്നെയാണ് ഇന്ത്യ സഖ്യത്തിൻ്റെയും കോൺഗ്രസിൻ്റെയൊക്കെ നീക്കം എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കോൺഗ്രസ് ഇന്നലെ തന്നെ കോൺഗ്രസിന്റെ മാനിഫെസ്റ്റോ അടക്കം പ്രധാനമന്ത്രിക്ക് അയച്ചു കൊടുക്കുന്നൊരു പ്രതിഷേധം ആരംഭിച്ചിരുന്നു. ആ പ്രതിഷേധം ഇന്നും തുടരും. അതോടൊപ്പം 1 ലക്ഷത്തോളം വരുന്ന ഒപ്പുകൾ ശേഖരിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകുന്ന പ്രതിഷേധവും കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് നടക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടയിൽ തന്നെ ഈ പ്രതിഷേധങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത്. അതേസമയം മുൻകാലങ്ങളിലും സമാനമായ രീതിയിലുള്ള പരാമർശങ്ങൾക്ക് പ്രധാനമന്ത്രിക്കും അതോടൊപ്പം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കും ഒക്കെ എതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിരവധി പരാതികൾ നൽകിയിട്ടുണ്ടെങ്കിലും അവർക്ക് ക്ലീൻ ചീറ്റ് നൽകുന്ന സമീപനമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇക്കാര്യത്തൊക്കെ ഇതിനു മുൻപ് സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിലും അതിനപ്പുറം ഒന്നും നടക്കാൻ സാധ്യതയില്ല എന്നൊരു വിലയിരുത്തൽ പ്രതിപക്ഷ പാർട്ടികൾക്കുമുണ്ട്. കാരണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോലും അത്തരത്തിൽ സ്വാധീനിക്കപ്പെട്ടിരിക്കുന്നു എന്ന വിമർശനം എല്ലാ ഘട്ടങ്ങളിലും അവർ ഉയർത്തുകയും ചെയ്യുന്നുണ്ട്. എന്താണെങ്കിലും ഇന്നലെ മനോജ് സിംഗ് അടക്കമുള്ള നേതാക്കൾ എത്തിക്കൊണ്ടാണ് ഈ വിഷയത്തിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകുകയും ആ പരാതിയിൽ നടപടി വേണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. അത് മാത്രമല്ല, ഇമെയിൽ മുഖേനയും അത്തരത്തിൽ കത്തുകൾ മുഖേനയൊക്കെ നിരവധി പരാതികൾ വേറെയും കമ്മീഷൻ എത്തിയിട്ടുണ്ട്. അതായത് കമ്മീഷൻ ഇതുവരെ ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടില്ല. എന്താണ് ഇനിയിപ്പോൾ ഇതിൽ പറയാൻ പോകുന്നത് എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഒരു തരത്തിലുള്ള പ്രതിഷേധമോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള പ്രതികരണമോ വന്നില്ലെങ്കിൽ പോലും കൂടുതൽ സമ്മർദ്ദം ശക്തമാക്കി പ്രതിഷേധം ഇതിൽ ഉയർത്താൻ തന്നെ, പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് 2ാം ഘട്ട തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. ആ പശ്ചാത്തലത്തിൽ സജീവമായി തന്നെ ചർച്ചയാക്കി നിർത്തിക്കൊണ്ട് ന്യൂനപക്ഷങ്ങൾക്കെതിരെ ഇത്തരത്തിൽ പരാമർശം നടത്തി, വിദ്വേഷ പ്രസംഗം നടത്തി, അത്തരത്തിൽ ഭിന്നിപ്പിക്കുക എന്നതല്ലേ, സമൂഹത്തെ ഭിന്നിപ്പിക്കുക എന്നാണ് BJP ലക്ഷ്യം വയ്ക്കുന്നതെന്ന പ്രചാരണത്തിലേക്ക് പോകാൻ തന്നെയാണ് പ്രതിപക്ഷ പാർട്ടികൾ ഇപ്പോഴും തീരുമാനിച്ചിരിക്കുന്നത്. അരുൺ. ഓക്കെ, താങ്ക് യു നോബൽ. നോബലാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസ്താവനയ്ക്കെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. രാജ്യവ്യാപകമായി പ്രതിഷേധത്തിന് ഒരുങ്ങുകയാണ്. അത് തീർച്ചയായിട്ടും മുസ്ലിം വിഭാഗത്തെ സംബന്ധിച്ച് ആശങ്കയുണ്ടാക്കുന്നൊരു പ്രസ്താവന എന്ന നിലയിൽ തന്നെയാണ് പ്രതിപക്ഷം അതിനെ കൈകാര്യം ചെയ്തത്.